ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് 25ന് എടുത്ത വീഡിയോ ആട്ടോ. 25 ജനുവരി. അപ്പോൾ അപ്ലോഡ് ആവുന്ന ഒന്നെങ്കിൽ 6-നോ 7-നോ ആയിരിക്കും. അപ്പോൾ എന്നും ഈ ചോറും കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ബിരിയാണിക്ക് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ തിരിച്ചു വന്നത് ചെമ്മീനും കൊണ്ടാട്ടോ. എനിക്ക് ഈ ചിക്കനേക്കാളും ഈ ഫിഷ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിലും ഈ ചെമ്മീൻ, കടുക്ക, കൂന്തൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഇത് ഹാഫ് kg ആണുള്ളത്. 150 റുപ്പീസായിരുന്നു അന്ന് റേറ്റ് വന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ചെമ്മീനൊക്കെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ചെമ്മീൻ്റെ തല അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ ആ തലഭാഗം ഒഴിവാക്കാൻ തോന്നുന്നില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ് ആ തലഭാഗത്തിന്. അപ്പോൾ അതും ഇതേപോലെ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അതിലും ഇതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് അതും മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ചെമ്മീനൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആട്ടോ. പിന്നെ റൈസിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കൈമ റൈസാണ്. 2 കപ്പ് റൈസ്. 2 കപ്പ് റൈസ് ആണെങ്കിൽ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും അത് കറക്റ്റായിരിക്കും കേട്ടോ. ഞാൻ 1 kg റൈസ് ഇതിന് വേണ്ടിയിട്ട് ഈ ചെമ്മീൻ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ റൈസും വാങ്ങിയിട്ടാട്ടോ പോകുന്നത്. അപ്പം ഈ 1 kg റൈസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കാം. കറക്റ്റാണ്. ഒരു 4 ഗ്ലാസ് റൈസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നല്ലോണം ഒരു 5-6 വെള്ളത്തിൽ കഴുകി ആ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിപ്പോക്കിട്ടോ. പിന്നെ മസാലയ്ക്കായിട്ട് ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു 10-12 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പൂണ്ട് വെളുത്തുള്ളി, ഒരു കൈപ്പിടി പുതിനയും ഒരു കൈപ്പിടി മല്ലിച്ചപ്പും ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെളുത്തുള്ളി അത് അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ പോക്കാൻ വേണ്ടി നല്ല എളുപ്പമായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ നന്നാക്കിയിട്ട് അതൊക്കെ ഞാൻ നല്ലോണം വാഷ് ചെയ്തു കേട്ടോ. സെപ്പറേറ്റ് ഇല സെപ്പറേറ്റും പച്ചക്കറി സെപ്പറേറ്റും ആട്ടോ വെക്കുന്നത്. അത് രണ്ടും മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇല ഐറ്റംസിലാണ് കൂടുതൽ വിഷം എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെയാട്ടോ എപ്പോഴും ചെയ്യുക. മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിൽ ഞാൻ എപ്പോഴും ചെയ്യും. എൻ്റെ വീഡിയോസ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇവിടെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി, പട്ട, കറാമ്പു, ഏലക്കായി, നെയ്യ്, 6 kg നെയ്യ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്ക് 4 കപ്പ് വെള്ളം ഞാൻ അവിടെ തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ബിരിയാണി പോട്ടില്ല, എനിക്കതൊന്ന് വാങ്ങണം. അപ്പോൾ ഇത് 2 കപ്പ് റൈസാണെങ്കിൽ ഇത് കറക്റ്റാണ്. കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മലയാളം വേർഡ് എനിക്കറിയില്ല. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട, ഒരു 4-5 കറാമ്പു, ഒരു 4 ഏലക്കായി, അതൊക്കെ ഇട്ട് നിന്ന് നല്ലോണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പാൻ നല്ല ചൂടായതിന് ശേഷമല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊരു ഒരു ഉള്ളീൻ്റെ 3/4 ഭാഗോളം ഉണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഉള്ളി ഞാൻ സോട്ട് ചെയ്ത് ലാസ്റ്റ് കരിയാൻ ഉള്ള പരിവായിട്ടോ. ഇത് നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കൈ വിടാണ്ട് അത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലാട്ടോ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം ഈ റൈസ് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ആ നെയ്യും പട്ട, കറാമ്പു, ഏലക്കായിൻ്റെയും പിന്നെ ഈ കൈമ റൈസിൻ്റെയും ആ ഉള്ളീൻ്റെയും ഒക്കെ കൂടെ ഒരു സ്മെല്ല് ഭയങ്കര അപാര സ്മെല്ലാട്ടോ ഈ നേരം. നമ്മൾ നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്യണം. ഈ റോസ്റ്റിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു ജലാംശം ഇതിലുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ വറ്റിപ്പോകും കേട്ടോ. പിന്നെ നെയ്യ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക. ആ നെയ്യ് തന്നെ നല്ലോണം അത് റോസ്റ്റാക്കി എടുക്കണം. വെള്ളം തിളയ്ക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആ വെള്ളം എടുത്തിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം നമ്മുടെ ഈ ഒരു 5 മിനിറ്റോളം നമ്മൾ കഴിയുന്നതും ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമൊക്കെ ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ഇരുന്ന് എടുക്കൽ. ആ സമയം എൻ്റെ അരി തീരെ വേവാത്ത മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുന്ന റൈസാണ് എനിക്ക് കിട്ടാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഞാൻ ആ വെള്ളം ഒഴിച്ചപ്പം വെള്ളം റൈസിൻ്റെ നല്ല മുകളിലാണ് നിൽക്കുന്നത്.
അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ പിന്നെ കുറച്ച് നെയ്യും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചെറുനാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങേൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് റൈസും നമ്മുടെ ഈ വെള്ളവും ഒരേ പരുവാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, റൈസും വെള്ളവും ഒരേപോലെ ഒരേ ലെവലിലായപ്പോൾ ആണ് ഞാനത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചത്. അതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയായിരുന്നു. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതൊന്ന് ഷാലോ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് എന്ത് ബിരിയാണി ചെയ്യുമ്പോഴും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പാലക്കാട് വരെ ഏട്ടൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതും ചിക്കൻ പൊരിച്ച ബിരിയാണി. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ ഇവിടെ നിന്നൊക്കെ കഴിച്ച ബിരിയാണീനേക്കാളും എനിക്ക് എന്തോ ഭയങ്കര ടേസ്റ്റ് തോന്നി ആ ബിരിയാണി കഴിച്ചപ്പോൾ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് ഒരു നെയ്ച്ചോറ് ഒരു സൈഡ് ആവുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് മീഡിയം സൈസ് ഉള്ളി ആയതുകൊണ്ടാണ് ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ 2 തക്കാളി. ഇതിൻ്റെ മെയിൻ എരിവ് ഇതിന് മെയിൻ വരുന്നത് ഒരു 10-12 പച്ചമുളക്, നല്ല എരിവുള്ള മുളക് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ റൈസ് അത് നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഒന്നും കൂടെ നമുക്കത് അടച്ച് വെച്ചിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കില്ല. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഇട്ടത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ വേഗം അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ഇതിൽ മിക്സിയിൽ ചതച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് വാവ ഉണ്ട്, വാവേനെയും കൂടെ വെച്ചിട്ടാട്ടോ ഈ പണി. അപ്പോൾ ഡബിൾ ടാസ്ക്കാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒട്ടും ഒട്ടി പിടിക്കാതെ ഉള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ചെമ്മീനും ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഞെരിയിച്ചിട്ട് എടുത്തിട്ടില്ല, അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബിരിയാണിയിൽ നമ്മൾ എപ്പോഴും മുളക് പൊടിയേക്കാളും കൂടുതൽ മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ എരിവ് വരുന്നത് ഈ പച്ചമുളക് നാട്ടോ. നമുക്ക് എണ്ണ കുറവാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെമ്മീൻ ഫ്രൈ ആക്കിയതും വെളിച്ചെണ്ണയിലാണ്. പിന്നെ ഇതാ ബാക്കി ഇപ്പം ഇത് മസാല ആക്കാൻ വേണ്ടി ആഡ് ചെയ്തതും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ആ നെയ്യിൻ്റെ ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഉള്ളി എപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും അപ്പം തന്നെ ഞാനത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്യും കേട്ടോ. ഇപ്പം മോൻ എടുത്തുള്ളത് കൊണ്ട് എനിക്ക് ആകെ ഒരു ഭയങ്കര, കാരണം ബിരിയാണി ഇത് മിസ്റ്റേക്കായി പോവുകയും ചെയ്യരുതല്ലോ. പിന്നെ അവൻ കസാലയിൽ നിന്ന് വീണു പോകുമെന്നൊരു പേടിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പിടാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും അതെന്താ ഉള്ളി വേഗം വെന്ത് കിട്ടാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉപ്പിട്ടിട്ടില്ല എന്ന്. അതിന് ശേഷം പിന്നെ ഞാൻ ആ ഉപ്പിട്ട് വേഗം വേവിച്ചെടുത്തിട്ടോ. പിന്നെ ഇതിൽ ഞാൻ മസാല ഇട്ടത് വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ, വീഡിയോ എടുത്തത് കിട്ടിയില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ ഒരു 1/4 സ്പൂണ് ഗരം മസാലയും കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിലെ സ്പൂണ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അത് ഈ സ്പൂണിൽ അര സ്പൂണ് ഗരം മസാലയും 1/4 സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത്, മാറിപ്പോയി പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഓവർ നമ്മൾ മുളക് പൊടി ഇങ്ങനെ വാരിയിടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 2 തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ മസാലപ്പൊടി ഇടുന്നതിന് മുന്നേ കേട്ടോ തക്കാളി ഇടൽ. പിന്നെ ഞാനിങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടതിന് ശേഷം അവരൊക്കെ ഈ മസാലയൊന്ന്
പച്ചമണം മാറിയതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് കണ്ടത്. അതിന് ശേഷം ഞാനും അതേപോലെ തന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടോ. എന്താ ഡിഫറൻസ് എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും ഒരേ പോലത്തെ ടേസ്റ്റാണ് തോന്നൽ. പിന്നെ അതൊന്നും തക്കാളി നല്ലോണം സോഫ്റ്റായി നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിൽമയുടെ തൈരാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, പുളിയില്ലാത്ത തൈരാണിത്. പച്ച പാക്കറ്റ് നമ്മൾ വാങ്ങുമ്പോഴാണ് അതിൽ പുളി ഉണ്ടാവുക, അത് നീല പാക്കറ്റാണ്, ഇത് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഈ തൈര് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സാലഡും ഉണ്ടാക്കണം. പിന്നെ ഇതിപ്പോൾ ലേറ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ, പക്ഷേ അന്ന് ഞാൻ ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ. അന്ന് എന്നെ കഴിക്കുന്നതിൻ്റെ ഷോർട്സ് ഇട്ടിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യും ഇതുണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. കഴിയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. ഒരു 2 ആൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ, 2 നേരത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല തക്കാളിയും തക്കാളിയും ഇട്ട് തൈരും ഇട്ട് അതൊക്കെ നല്ലോണം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ചെമ്മീനും ഈ മസാലയും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല. ചിലവരൊക്കെ ബിരിയാണിയിൽ കറിവേപ്പില യൂസ് ചെയ്യും. അല്ലെങ്കിൽ പൊരിക്കുന്ന ടൈം നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്യുന്ന ടൈമില്ലേ, ആ ടൈം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അല്ല ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല കേട്ടോ. ചിലവരൊക്കെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും അതേമാതിരി ഉള്ളി പൊരിച്ചിടുന്നതും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് അതൊക്കെ വാങ്ങാനുള്ള അതൊന്നും വാങ്ങിയില്ല ഞാൻ. ഒന്നാമത് ഞാൻ വിട്ടും പോയി, പിന്നെ അപ്പം എൻ്റെ അടുത്ത് ക്യാഷും ഇല്ലായിരുന്നു കേട്ടോ. ഈ അരിയും ചെമ്മീനും വാങ്ങിയപ്പോൾ തന്നെ ഒരു 250 രൂപയുടെ അടുത്തോളമായി. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചു. ഉള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഐറ്റംസും എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് അത് വെച്ച് ഒപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അത് കണ്ടില്ല, നമ്മളെ മസാലയൊക്കെ നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഉണ്ടോയെന്ന് നമുക്കിപ്പോൾ തന്നെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതേമാതിരി കുരുമുളക് പൊടി ഗരം മസാലയൊക്കെ നമുക്കിപ്പോൾ നോക്കാം. കൂടുതൽ വേണ്ടവർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലയൊക്കെ ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ കുത്തൽ ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് കറക്റ്റാണ് ഞാൻ നോക്കിയപ്പോൾ. ഇനി ഇത് നല്ലോണം ഒന്ന് മസാല തമ്മിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ബിരിയാണി, അതെ ഐക്കോറ, ആവോലി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ കടുക്ക, ഞണ്ട്, കൂന്തൾ, ചെമ്മീൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് 10 രൂപയുടെ ഒരു പാക്കറ്റ് ആട്ടോ. കുറച്ച് കുരുമുളക് പൊടിയേ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ഏട്ടൻ്റെ നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ കുരുമുളക് തരലുണ്ട്. അത് പൊടിപ്പിച്ച് വെച്ചാൽ കുറേ ഉണ്ടാവും കേട്ടോ. ഒരു വർഷത്തേക്ക് ഞങ്ങൾ അത്ര ആളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ദമ്മിടാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്രം ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ മസാലയാണെന്ന് തോന്നിടുന്നത്. ഫസ്റ്റ് തന്നെ മസാലയല്ലല്ലേ, റൈസ് ആയിരിക്കും ചിലപ്പോൾ ഇടുന്നത്. റൈസാണ് ഇട്ടത്. റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇടുക, റൈസ് ഇടുക, മസാല ഇടുക, അങ്ങനെ. പിന്നെ അത് നമുക്ക് അറിയാമല്ലോ, അതിങ്ങനെ പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ആ പാത്രം വെച്ചിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കരുത്. ആ പാത്രത്തിൻ്റെ അടിയിൽ നല്ല അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ദമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കാരണം ഇത് നമ്മൾ ചോറും ഈ മസാലയും സെപ്പറേറ്റ് ആയിട്ടല്ലേ കുക്ക് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സാക്കിയിട്ട് അത് നമ്മൾ ഒരു 10-20 അരമണിക്കൂറോളം അങ്ങനെ തന്നെ അനക്കാണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതൊരു പ്രത്യേക തന്നെ സ്വാദാട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പാൻ ഈ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ദോശക്കല്ല് ചൂടായതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പം തന്നെ എൻ്റെ ഗ്യാസ് തീർന്നു കേട്ടോ. പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഏട്ടൻ വന്നിട്ടാണ് ചെയ്തത്.